മിസിസ് റിയ ശരിയല്ലേ? അതെ. റിയയുടെ ശബ്ദം നേർത്തു. ഓഫീസറുടെ കണ്ണുകൾ അവളുടെ പാസ്പോർട്ടിലേക്ക് നീങ്ങി. പിന്നെ അവളെ നോക്കി. മറ്റെന്തെങ്കിലും തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടോ? ആധാർ, പാൻ, ബയോമെട്രിക്സ് ഉള്ള എന്തെങ്കിലും? റിയ അവളുടെ ആധാർ കാർഡ് കൈമാറി. ആ സ്ത്രീ സ്കാൻ ചെയ്തു. കുറച്ച് വരികൾ ടൈപ്പ് ചെയ്തു. എന്നിട്ട് സാവധാനം പിന്നോട്ട് ചാഞ്ഞു. രസകരം, അവൾ മന്ത്രിച്ചു. രോഹന്റെ ക്ഷമ നശിച്ചു. എന്താണിവിടെ നടക്കുന്നത്? ഓഫീസർ ഒരു ദീർഘനിശ്വാസമെടുത്തു. വാക്കുകൾ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുത്തു. മിസിസ് റിയ, നിങ്ങൾ ഇപ്പോൾ നൽകിയ വിരലടയാളം ഞങ്ങളുടെ ദേശീയ റെക്കോർഡ് ഡാറ്റാബേസിലെ മറ്റൊരു വ്യക്തിയുമായി യോജിക്കുന്നുണ്ട്. ഒരു മരിച്ച വ്യക്തിയുടെ. റിയ കണ്ണു ചിമ്മി. അത് സാധ്യമല്ല. ആ സ്ത്രീ അവളുടെ മോണിറ്റർ അല്പം തിരിച്ചുവച്ചു. പേര് സയ. 3 വർഷം മുൻപ് ഡൽഹിയിൽ മരിച്ചു. തീപിടുത്തം. വയസ്സ് 25. ആ പേര് അവളിൽ ഒരു ശാരീരിക ആഘാതം ഏൽപ്പിച്ചു. ഒരേ സമയം പരിചിതവും വിചിത്രവുമായ ഒന്ന്. പൂർവ്വജന്മത്തിൽ എപ്പോഴോ മനപാഠമാക്കിയ ഒരു പാട്ട് ഓർമ്മിക്കുന്നത് പോലെ. സയ, അവൾ ആവർത്തിച്ചു. അവളുടെ ഹൃദയമിടിപ്പ് കൂടി. എനിക്കൊരു സയയെയും അറിയില്ല. രോഹൻ അത് ചിരിച്ചുകൊണ്ട് തള്ളിക്കളയാൻ ശ്രമിച്ചു. ഇതൊരു സിസ്റ്റം തകരാറാണ്. ഒരുപക്ഷെ ഒരു ഡ്യൂപ്ലിക്കേഷൻ പിശക്. എന്നാൽ ഓഫീസറുടെ സ്വരം ഗൗരവമുള്ളതായിരുന്നു. ഇതൊരു തകരാറല്ല. ബയോമെട്രിക് മാച്ച് കൃത്യമാണ്. 100%. മുറിയിൽ നിശബ്ദത തളം കെട്ടി നിന്നു. ഗ്ലാസ് ഭിത്തികൾക്ക് പുറത്ത് വിമാനത്താവളം പതിവ് പോലെ തിരക്കുള്ളതായിരുന്നു. ചിരി, കാൽപെരുമാറ്റം, സ്യൂട്ട് കേസുകളുടെ ശബ്ദം. അകത്ത് നിശബ്ദത തളം കെട്ടി നിന്നു. 1 മണിക്കൂറോളം ചോദ്യം ചെയ്യലിനും പരിശോധനയ്ക്കും ശേഷം അവർക്കൊടുവിൽ പോകാൻ അനുവാദം ലഭിച്ചു. ഞങ്ങൾ ഇത് അന്വേഷിക്കും, ഓഫീസർ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് പോകാം. എന്നാൽ ഈ അപാകത പരിഹരിക്കുന്നതുവരെ രാജ്യത്ത് തുടരണം. അവരുടെ ഹണിമൂൺ ഔദ്യോഗികമായി റദ്ദാക്കി.